മീനിങ് എന്താന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ സൈക്കോളജി വേർഡ് എന്ന് തന്നെ നമുക്കറിയാം അല്ലേ, രണ്ട് വേർഡ്സ് ഉണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. എന്തായിരിക്കും അപ്പം? എഡ്യൂക്കേഷന്റെ സൈക്കോളജി, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കാവുന്നത്, അതിന്റെ എല്ലാം സൈക്കോളജിക്കൽ അപ്രോച്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. വൈൽ ജനറൽ സൈക്കോളജി ഈസ് പ്യുവർ സയൻസ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ്? ഇറ്റ് ഈസ് എൻ അപ്ലൈഡ് സയൻസ്. അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എവിടെയെങ്കിലും അതിന്റെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാണ്? എഡ്യൂക്കേഷണൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്തായി? It is an applied science. പിന്നെ എന്താണ്? It deals with the problems, processes and products of education. എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിന്റെ പ്രോസസ്സസ്, അത് എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം, ഇതെല്ലാം പഠിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ദാറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രെഡിക്റ്റിംഗ്, ഗൈഡഡ് ബൈ എഡ്യൂക്കേഷൻ ടു റിയലൈസ് ലൈഫ് ഗോൾ. എഡ്യൂക്കേഷന്റെ ബേസ് ആണ് എല്ലാത്തിലും ഉള്ളത് അല്ലെ. എഡ്യൂക്കേഷന്റെ ബേസിസിൽ എങ്ങനെ ഹ്യൂമൻ ബിഹേവിയർ മോഡിഫൈഡ് ആയിരിക്കുന്നു, അതിനെ പഠിക്കുന്നതെല്ലാം എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്തൊക്കെ പഠിക്കുന്നുണ്ട്? മെമ്മറി പഠിക്കുന്നുണ്ട്, ഇന്റലിജൻസ് പഠിക്കുന്നുണ്ട്, അറ്റൻഷൻ പഠിക്കുന്നുണ്ട്, പേഴ്സണാലിറ്റി, ഇൻസ്റ്റിങ്സ്, മോട്ടിവേഷൻ, ലേണിംഗ് പ്രോസസ്, ഹെറിഡിറ്ററി, എൻവയോൺമെന്റ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൂടെ? മെമ്മറി, ഓർമ്മശക്തി, എങ്ങനെയാണ് ഓർമ്മ വർക്ക് ചെയ്യുന്നത്? ഇന്റലിജൻസ്, നമുക്ക് എങ്ങനെയൊക്കെയുള്ള ഇന്റലിജൻസ് ഉണ്ട്, എത്ര ഇന്റലിജൻസ് ഉണ്ട്, ഇതിന്റെ മെഷർമെന്റ്. അറ്റൻഷൻ, പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സോഷ്യൽ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണ്, ഇൻസ്റ്റിങ്സ് എന്താണ്, മോട്ടിവേഷൻ എന്താണ് ഒരാൾക്കുള്ളത്, ലേണിംഗ് പ്രോസസ്സസ് എങ്ങനെയാണ് നടക്കുന്നത്, ഹെറിഡിറ്റിയുടെ എഫക്റ്റ് എന്താണ്, എൻവയോൺമെന്റിന്റെ എഫക്റ്റ് എന്താണ്, എന്താണ് ഇൻഡിവിജ്വലിസം, അതായത് ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്, ഇതെല്ലാം പഠിക്കുന്നത് എന്തിലാണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാം നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി നേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എന്താണ് പറയാം? സയൻസ് ആണെന്ന് പറഞ്ഞു നമ്മൾ. സോ ഇറ്റ് ഈസ് സയന്റിഫിക് ഇൻ നേച്ചർ. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്, സിസ്റ്റമാറ്റിക് ആണ്, ആൻഡ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആൻഡ് അണ്ടർഗോസ് കോൺസ്റ്റന്റ് റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അതെന്താണ്? ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് അല്ലേ. ഫുള്ള് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതാണ്, അല്ലാതെ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രം ഉള്ളതല്ല അല്ലേ. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആണ്, ആൻഡ് ഇറ്റ് അണ്ടർഗോസ് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡും കൂടിയാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് എംപ്ലോയ്സ് സയന്റിഫിക് മെത്തേഡ്സ് ഇൻ ഇറ്റ് സ്റ്റഡി ആൻഡ് ഇറ്റ് റിസർച്ച് are subjected to further verification and modification. പ്രോപ്പർ ഒരു സയൻസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലേ. അതായത് സയന്റിഫിക് സ്റ്റഡി നടത്തി, ഡേറ്റ കളക്ട് ചെയ്തു, അതിന്റെ റിസൾട്ട്സ് അനലൈസ് ചെയ്തു, വെരിഫൈ ചെയ്തു, മോഡിഫിക്കേഷൻസ് വരുത്തി, അത് അപ്ലൈ ചെയ്തു, പിന്നെയും അതിനെ പഠിച്ചു. അപ്പൊ ഇതൊരു പ്രോപ്പർ സയന്റിഫിക് സ്റ്റഡി ആണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താന്ന് പറയാം. ഇറ്റ് സയൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, സയന്റിഫിക് ഇൻ നേച്ചർ ആണെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ ഫീൽഡിലാണെന്ന് നോക്കാം. അപ്പൊ എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ ബിഹേവിയറൽ സയൻസ്. ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പഠിക്കുന്നത്? ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെ. ഹ്യൂമന്റെ ബിഹേവിയർ എങ്ങനെയാണോ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ, അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിംഗ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ ഹ്യൂമന്റെ ബിഹേവിയർ ആണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. അപ്പൊ സ്കിന്നർ എന്താ പറഞ്ഞിരിക്കുന്നത്? ആസ് പെർ സ്കിന്നർ, ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസ്, ഇതാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ ഹ്യൂമൻ ബീയിങ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ പഠനമാണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പോൾ ഒരു ബിഹേവിയറൽ സയൻസ് ആണെന്ന് പറഞ്ഞൂടെ നമുക്ക്? അതൊരു ബിഹേവിയറിന്റെ പഠനമല്ലേ. സോ ഇറ്റ്സ് എ ബിഹേവിയറൽ സയൻസ് വിത്ത് ടു മെയിൻ റെഫറൻസസ്. രണ്ട് റെഫറൻസസ് ഉണ്ട്. എന്താണ്? ഒന്ന് ഹ്യൂമൻ ബിഹേവിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഏത് സിറ്റുവേഷനിൽ? എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ. സോ ഇത് രണ്ട് റെഫറൻസ് വെച്ച് നമ്മൾ പഠിക്കുന്ന ഒരു സയൻസ് ആണ് എന്ത്? എഡ്യൂക്കേഷണൽ സൈക്കോളജി. സോ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ ബിഹേവിയറൽ സയൻസ്. അടുത്ത എന്താണ്? ഇറ്റ് ഈസ് എ നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാധാരണ നാച്ചുറൽ സയൻസ് പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും, എക്സ്പെരിമെന്റ്സ് ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും, ഈ ഡേറ്റ അനലൈസ് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻസ് എടുക്കും, വെരിഫൈ ചെയ്യും. സോ ഇതെന്താണ്? ഒരു നാച്ചുറൽ സയൻസ് തന്നെയാണ്. സാധാരണ ഒരു സയൻസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എന്തും എഡ്യൂക്കേഷണൽ സൈക്കോളജി. നെക്സ്റ്റ് പറയുന്നത് എന്താ? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്?
സോഷ്യോളജിസ്റ്റും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ഹ്യൂമൻ ബീയിങ്സിന്റെ സോഷ്യബിലിറ്റിയാണ് പഠിക്കുന്നത്. സോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എൻവയോൺമെന്റിൽ, അതായത് എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെന്റൽ സോഷ്യൽ ബിഹേവിയറൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, എങ്ങനെ ബിഹേവ് ചെയ്യും, ഇതെല്ലാമാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പഠിക്കുന്നത് അല്ലേ? അപ്പൊ സോഷ്യബിലിറ്റി ഓഫ് എ ഹ്യൂമൻ ബീയിങ് ആണ് ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? Educational psychology is a social science. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഇസ് എ പോസിറ്റീവ് സയൻസ്. എന്താ പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ? രണ്ട് സയൻസ് ഉണ്ട്. ഒന്ന് നോർമേറ്റീവ് സയൻസ്, മറ്റേത് പോസിറ്റീവ് സയൻസ്. നോർമേറ്റീവ് സയൻസ് എന്താ തന്നിട്ടുണ്ട്? നോർമേറ്റീവ് സയൻസ് ലൈക്ക് ലോജിക് ഓർ എത്തിക് ഡീൽസ് വിത്ത് എ ഫാക്ട് ആസ് ദേ ought to be. ought to be എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണോ അത് ആയിരിക്കേണ്ടത് എന്നത് വെച്ചിട്ടാണ് ആ സയൻസ് നടക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ ആയിരിക്കണം. അപ്പൊ നമുക്ക് അവിടെ ഒരു ഓൾറെഡി അവിടെ ഒരു എന്താ പറയാ, ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. പക്ഷെ എഡ്യൂക്കേഷണൽ സയൻസ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സയൻസ് ആണ്. ഇങ്ങനെ ആയിരിക്കണം എന്നല്ല, നമ്മൾ എന്താ പറയുന്നത്? ഒരു കുട്ടിയുടെ ബിഹേവിയർ ഇങ്ങനെയാണ്, അത് കഴിഞ്ഞാണ് നമ്മൾ ബാക്കി പഠനം എല്ലാം നടത്തുന്നത് അല്ലേ? സോ അവിടെ ആ ought to be എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന കാര്യമില്ല. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ്? അതൊരു പോസിറ്റീവ് സയൻസ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി സ്റ്റഡീസ് എ ചൈൽഡ്സ് ബിഹേവിയർ ആസ് ഇറ്റ് ഇസ്, not as it ought to be. So it is a positive science. അടുത്ത പറയുന്നത് എന്താ? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എൻ അപ്ലൈഡ് സയൻസ്. അപ്ലൈഡ് സയൻസ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താണ്? അപ്ലൈഡ് സയൻസ് ആണ്. ബൈ അപ്ലൈങ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് സൈക്കോളജി ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി ആൻഡ് എൻഹാൻസ് ദ ബിഹേവിയർ ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ ഡെവലപ്പിംഗ് സയൻസ്. ഡെവലപ്പിംഗ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. ഇറ്റ് ഈസ് എൻ ഇവോൾവിംഗ് സയൻസ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ബീങ് റിസർച്ച് ടു അറ്റൈൻ ബെറ്റർ ഇൻസൈറ്റ്സ്. ഇതിലിപ്പോഴും പഠനങ്ങളും ഇൻഫറൻസസും എല്ലാം നടക്കുന്നു, വെരിഫിക്കേഷൻ എല്ലാം നടക്കുന്നുണ്ട്. സോ ഇതൊരു കൺക്ലൂസീവ് ഫിഗർ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചർ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞു? ബിഹേവിയറൽ സയൻസ് ആണ്, നാച്ചുറൽ സയൻസ് ആണ്, സോഷ്യൽ സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, പിന്നെ എന്താണ്? ഡെവലപ്പിംഗ് സയൻസ് ആണ്. ഓക്കെ, നൗ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്കോപ്പ് നോക്കാം. സ്കോപ്പ് എന്തൊക്കെയാണ്? ഏതൊക്കെ ഫീൽഡിലാണ് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്? ഏതൊക്കെ ഫീൽഡാണ്? നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ ഫീൽഡാണ്. അപ്പൊ ലേണറും ഉണ്ട്, ടീച്ചറും ഉണ്ട്. നമ്മുടെ സ്റ്റുഡന്റിന്റെ ഫീൽഡിനെ എഫക്ട് ചെയ്യും, ടീച്ചറെയും എഫക്ട് ചെയ്യും. പിന്നെ എന്തൊക്കെ എഫക്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ വരും ഇതിന്റെ സ്കോപ്പില്? ഒന്ന് ലേണർ വരും, നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ലേണിംഗ് പ്രോസസ്സ് വരും, ലേണിംഗ് സിറ്റുവേഷൻ വരും, ഏതൊരു സിറ്റുവേഷനിലാണ് ലേൺ ചെയ്യുന്നതെന്ന്. ലേണിംഗ് കണ്ടന്റ് വരും, കരിക്കുലം വരും അല്ലെ? ടീച്ചർ വരും, ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് വരും. സോ ഇതാണ് നമ്മളിപ്പോൾ ആകെ മൊത്തം നമ്മൾ ഒന്നും പഠിക്കാതെ പോയാലും നമുക്ക് ഇതൊരു പിക്ചറിൽ വരും അല്ലേ? എഡ്യൂക്കേഷണൽ സൈക്കോളജി ആരെയൊക്കെ സംബന്ധിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി? ടീച്ചർ ഉണ്ട്, ലേണർ ഉണ്ട്. ലേണർ എന്താ പഠിക്കുന്നതെന്നുണ്ട്, എങ്ങനെയാ പഠിക്കുന്നതെന്നുണ്ട്, ഏത് സിറ്റുവേഷനിലാണ് പഠിക്കുന്നതെന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഉണ്ട് ടീച്ചറുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം വരും. പിന്നെയും നമ്മൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെ വരും? പിന്നെയും കൂടുതലായിട്ട് പോയാൽ എന്തൊക്കെ വരും? ഹ്യൂമൻ ബിഹേവിയറിന്റെ സ്കോപ്പ് വരും. എങ്ങനെയാണ് ബിഹേവിയർ, ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നത്, ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ എവല്യൂഷൻസ് എല്ലാം നടക്കുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഓരോ സിറ്റുവേഷനിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് വേണ്ട ഗൈഡൻസ്, കൗൺസിലിങ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ്, കൗൺസിലിങ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? comes under the scope of educational psychology. ഇതെല്ലാം പഠിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പറഞ്ഞത് മീനിങ് ആണ്. മീനിങ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പറഞ്ഞു, നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പറഞ്ഞു, ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി.